ശബരിമല സ്വർണ്ണ കേസ് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി മാറുന്നു. CPM-ന് അത് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാറിനെ, ഇതിന്റെ ഒക്കെ തന്നെ ബുദ്ധികേന്ദ്രമായ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു മന്ത്രി ശിവൻകുട്ടി. ഇന്നലെ വരെ ന്യായീകരിച്ച ക്യാപ്സ്യൂളുകളൊക്കെ തന്നെ മടക്കി നിലവിൽ CPM നേതാക്കൾ ഒറ്റക്കെട്ടായി വന്നിരിക്കുന്നു. പത്മകുമാറിൽ അവസാനിക്കണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന ഭീതി ഈ നേതാക്കൾക്ക് ഉണ്ടായിരിക്കും. കാരണം ഈ സാഹചര്യത്തിൽ തന്നെ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരൻ MP. അതായത് ക്ലിഫ് ഹൗസിൽ പോയി അന്വേഷിച്ചാൽ തൊണ്ടി മുതൽ എവിടെയെന്ന SITക്ക് കണ്ടെത്താൻ ഒരുപക്ഷെ സാധിച്ചേക്കും. അത്ര വലിയ കൂട്ടായ കൊള്ള തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അതിന് അനുഭവിക്കേണ്ടി വരുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത്. ഇന്നലെ വരെ പാർട്ടി സെക്രട്ടറി പത്മകുമാറിനെ അനുകൂലിച്ച് ആരോപണ വിധേയനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിയായി മനസ്സിൽ ചിത്രീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പത്മകുമാറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി. CPM നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിനോടുള്ള പ്രതികരണമായി തന്നെയാണ് ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞത്. പത്മകുമാർ കുറ്റക്കാരനാണെന്ന് എന്ന് വെച്ച് ഈ സാഹചര്യത്തിൽ പറയുന്നില്ല, അങ്ങനെ പറയാൻ കഴിയുകയുമില്ല. ചോദ്യം ചെയ്യൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ചുകൂടി നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, അത് കഴിയട്ടെ എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഈ സാഹചര്യത്തിൽ കെ സുധാകരനും ഉയർത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഈ കൊള്ളയ്ക്ക് ഒരു പിണറായി ടച്ച് ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കൊള്ളയുടെ പങ്ക് പിണറായിക്കും പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പിൻബലം പത്മകുമാറിനുണ്ടായിരുന്നു. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് പത്മകുമാർ ഇത്രയും വലിയ നെറുകെട്ട കളി കൊള്ള ശബരിമലയിൽ നടത്തിയത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അല്ല എങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു, പുറം ലോകം അറിയുകയില്ലായിരുന്നു. ഹൈക്കോടതി ഇടപെടലില്ലെങ്കിൽ പത്മകുമാർ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ, അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. പ്രേരിപ്പിച്ചത് പിണറായി വിജയന്റെ ഉറപ്പെന്നും സുധാകരൻ തന്നെ ആരോപിക്കുന്നുണ്ട്. MP ഗോവിന്ദൻ പറയുന്നതിന് തലയും വാലുമില്ല, അതിനുള്ള മറുപടി പറയേണ്ട കാര്യവുമില്ല. കേരളത്തിൽ തട്ടിപ്പ് നടക്കാത്ത സാമ്പത്തിക ഇടപാടുകളേയില്ല. 2-3 പേരെ കൊണ്ട് ഇങ്ങനെ ഒരു കൊള്ള നടത്താൻ ഒരിക്കലും പറ്റില്ല. CPM-ന് ഷെയർ കിട്ടാത്ത ഒരു കൊള്ളയുമില്ല. അഴിമതി CPM-ന്റെ അജണ്ടയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. എന്നാൽ സുരേന്ദ്രനിലേക്ക് മാത്രമല്ല, നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും ഇത് എത്തണമെന്നാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാത്രമായി ഇങ്ങനെ ഒരു കടുങ്കൈ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറയുന്നു. ഇതിൽ വ്യക്തമായി തന്നെ സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതുതന്നെയാണ് ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ തന്നെ ഇതുവരെ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് വളരെ വിശദമായ അന്വേഷണം നടത്താതെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സാധിക്കില്ല. മഞ്ഞുമലയുടെ ഒരറ്റം എന്ന് പറയുന്നതാകും ശരി, യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് അധികാര കേന്ദ്രങ്ങളിൽ. അന്വേഷണം മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും ഒക്കെ തന്നെ പോകണമെന്നുള്ള ആവശ്യമാണുള്ളത്. ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണ്, അവിടെ മന്ത്രിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന കടകംപള്ളിയുടെ പ്രസ്താവന തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുരളീധരന്റെ മറുപടി അതിങ്ങനെയായിരുന്നു: സ്വർണം ഇളക്കിയെടുത്ത് പുറമേക്ക് കൊണ്ടുപോകണമെങ്കിലും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. സർക്കാർ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ല. എന്തിനാണ് പിന്നെ അങ്ങനെയെങ്കിൽ സർക്കാരും ഈ മന്ത്രിമാരും ഒക്കെ? ശബരിമലയിലെ ആ വിഗ്രഹം നാളെ ആരെങ്കിലും മോഷ്ടിച്ചാൽ, ദേവസ്വം ബോർഡാണ് മോഷ്ടിക്കുന്നതെങ്കിൽ മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനായി സാധിക്കുമോ? പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിനായിട്ട് ഒരു മന്ത്രിയെ അവിടെ നിലനിർത്തിയിരിക്കുന്നത്? അതും ദേവസ്വം ബോർഡിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ക്ഷേത്രം ശബരിമല കൂടിയാണ്, ഏറ്റവും അധികം വരുമാനമുള്ള ഒരു ക്ഷേത്രം. അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ വെറുതെ പേരിന് വേണ്ടി ഒരു മന്ത്രി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനാണ് ദേവസ്വം മന്ത്രിയെങ്കിൽ ഇത്തവണയാകട്ടെ അതുപോലും ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഫൈനൽ അതോറിറ്റിയാണ് ആ വകുപ്പിലെ മന്ത്രി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് കൊണ്ട് വിറ്റെങ്കിൽ അതൊന്നും രഹസ്യമല്ല, രാത്രി ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് നടത്തിയ മോഷണമല്ല. ഇതങ്ങനെയല്ലല്ലോ, പരസ്യമായി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി മന്ത്രിമാരുടെ ആശീർവാദത്തോടുകൂടി ഇളക്കിയെടുത്ത് ചെമ്പുപാളികളാക്കി മന്ത്രി പോലും അറിയാതെ ഒരു രാത്രി കൊണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ CPM-ന്റെ ഘടന നോക്കിയാൽ ജനങ്ങൾക്ക് വിഴുങ്ങാൻ പോലും പ്രയാസമാണ്. അതുകൊണ്ട് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഒക്കെ തന്നെ അന്വേഷണം എത്തിയാലേ കൃത്യമായ പ്രതികൾ അകത്താവുകയുള്ളൂ.
ദേവസ്വം ബോർഡാണ് പ്രതി. പ്രസിഡന്റുമാർ മാത്രമല്ല, അതിലെ അംഗങ്ങൾ കൂട്ടുപ്രതികളാണ്. അങ്ങനെ വരുമ്പോൾ അംഗങ്ങളും ദേവസ്വം ബോർഡും അതിൻ്റെ അപ്ലേറ്റ് അതോറിറ്റിയുമായിട്ടുള്ളവർ ഒക്കെ പ്രതികളായി മാറും. വകുപ്പ് മന്ത്രിമാരും ഇതിൽ കൂട്ടുപ്രതികൾ തന്നെയാണ്.